എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ കൃഷ്ണദാസ്, കൺസൾട്ടന്റ് പൾമണോളജിസ്റ്റ്, പാലക്കാട്. ഇങ്ങനെയാണ് നിങ്ങൾ ഇൻഹേൽ ഉപയോഗിക്കുന്നത് എങ്കിൽ അത് തികച്ചും തെറ്റാണ്. ഡോക്ടർ മരുന്ന് തന്നിട്ടുമുണ്ട്, രോഗി ഉപയോഗിക്കുന്നുണ്ട്, എന്നിട്ടും ശ്വാസതടസ്സം മാറുന്നില്ല അല്ലെങ്കിൽ കിതപ്പ് കുറയുന്നില്ല. പ്രശ്നം മരുന്നിൻ്റെയോ അല്ലെങ്കിൽ രോഗിയുടെ ആയിരിക്കില്ല, ടെക്നിക്ക് കറക്റ്റ് അല്ല എന്നുള്ളതായിരിക്കും അസുഖം മാറാത്തതിൻ്റെ പ്രധാന കാരണം. പുതിയ ഇൻഹേലറോ 2 ആഴ്ച എടുത്ത് വെച്ച ഇൻഹേലറോ ആണ് ഇതുപോലെ 2 തവണ പ്രസ് ചെയ്ത് പ്രൈമിംഗ് എന്ന ടെക്നിക്ക് ചെയ്യേണ്ടതാണ്. ഇൻഹേലർ ഉപയോഗിക്കുന്ന തൊട്ട് മുൻപ് നന്നായി ഷേക്ക് ചെയ്യുക. മരുന്ന് മിക്സ് ആയി നന്നായി ഇൻഹേലർ ഷേക്ക് ചെയ്യുക. മൗത്ത് പീസ് സ്പേസറിൽ ഘടിപ്പിക്കുക. കംപ്ലീറ്റ്ലി എക്സേൽ ചെയ്യുക. ശ്വാസം മുഴുവൻ പുറത്തേക്ക് വിട്ടതിന് ശേഷം മൗത്ത് പീസ് ടൈറ്റായി വെച്ചതിന് ശേഷം ഇൻഹേലർ 1 തവണ പ്രസ് ചെയ്യുക. സ്ലോ ആൻഡ് ഡീപ്പായിട്ട് ഇൻഹേൽ ചെയ്യുക. 10 സെക്കൻഡ് ശ്വാസം ഹോൾഡ് ചെയ്യുക. അതിനുശേഷം മാത്രം ശ്വാസം പൂർണ്ണമായും പുറത്തേക്ക് വിടുക. അത് കഴിഞ്ഞ് വായ കഴുകേണ്ടത് വളരെ നിർബന്ധമാണ്. അത് കഴിഞ്ഞ് ഇൻഹേലർ ക്യാപ്പിട്ട് എടുത്ത് വയ്ക്കുക. ഇത്രയുമാണ് കൃത്യമായ സ്റ്റെപ്പുകൾ. വീണ്ടും ഇൻഹേലർ ഉപയോഗിക്കേണ്ടവർ 1 മിനിറ്റിന് ശേഷം വീണ്ടും ഇതേ സ്റ്റെപ്പുകളെല്ലാം വെച്ച് വീണ്ടും ഇൻഹേലർ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നവർക്കോ ഇൻഹേലർ ഉപയോഗിക്കുന്നവർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ടിപ്സിനായി ഈ പേജ് ഫോളോ ചെയ്യുക.